ലിൻസി ഗ്രഹാം മരിച്ചതിന് ഇസ്രയേലി മിനിസ്ട്രി വളരെ ദുഃഖത്തോടെ ആദരാഞ്ജലികൾ അർപ്പിച്ചു. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഫോർ ഡെക്കേഡ്സ് സെനറ്റർ ഗ്രഹാം വാസ് എ സ്റ്റെഡ് ഫാസ്റ്റ് ഫ്രണ്ട് ഓഫ് ഇസ്രയേൽ ആൻഡ് എ സ്ട്രോങ് അഡ്വക്കേറ്റ് ഫോർ ദ എൻഡ്യൂറിംഗ് അലയൻസ് ബിറ്റ്വീൻ ടു നേഷൻസ്. ഹിസ് അൺവേവറിംഗ് കമ്മിറ്റ്മെൻറ്റ് ടു ഇസ്രയേൽ സെക്യൂരിറ്റി ആൻഡ് ഇറ്റ് സപ്പോർട്ട് ടു ജൂയിഷ് പീപ്പിൾ വിൽ ബി റിമെമ്പേർഡ് വിത്ത് ഗ്രാറ്റിറ്റ്യൂഡ്. എന്ന് പറഞ്ഞാൽ ഉറച്ച പിന്തുണ നൽകുന്ന ഈ യുദ്ധങ്ങളിലെല്ലാം നമ്മുടെ സാക്ഷാൽ ട്രംപിൻ്റെ ഉപദേഷ്ടാവായ ആൾ കൂടിയാണ് ഇദ്ദേഹം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപിന് എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം, എന്നെ ആക്രമിച്ചേക്കാം, എന്നെ കൊന്നേക്കാം എന്നൊക്കെയുള്ള ചിന്ത വരാൻ ഉണ്ടായ കാരണം കൂടി തൻ്റെ ചങ്ങാതിക്ക് സംഭവിച്ച ചില കാരണങ്ങൾ കൊണ്ടാണെന്ന് കൂടി ചേർത്ത് ചില ചർച്ചകളും മറ്റുമൊക്കെ പുറത്തു വരുന്നുണ്ട്. കാരണം ഇദ്ദേഹം വളരെ കൃത്യമായി തുടർച്ചയായി ഈ വ്ളാഡിമിർ പുടിനെതിരെ ഉക്രൈൻ പ്രസിഡൻറ്റിനെ സന്ദർശിക്കുകയും അമേരിക്കയുടെ സഹായങ്ങൾ ഉറപ്പാക്കുകയും ഒക്കെ ചെയ്യുന്നതിന് തുടർച്ചയായി പോകുന്ന ആളായിരുന്നു. 2023 ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ അദ്ദേഹം ഫോക്സ് ന്യൂസിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, നമ്മളിവിടെ ഒരു മതയുദ്ധത്തിലാണ്, ഞാൻ ഇസ്രായേലിനൊപ്പമാണ്, ഗസയെ തറപറ്റിക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക, ആ പ്രദേശം തകർത്ത് തരിപ്പണമാക്കുക എന്ന് മാത്രമല്ല, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ ബോംബിട്ടതുപോലെ അവിടെയും ബോംബിട്ട് തകർക്കണം എന്ന് പ്രഖ്യാപിച്ച മഹാന്മാരിൽ ഒരാളാണ് ലിൻസെ ഗ്രഹാം. ആ ലിൻസെ ഗ്രഹാമാണ് വളരെ അനുസരണയോടെ വിളിച്ചപ്പോൾ അങ്ങോട്ടങ്ങ് പോയത്. ഇനി ഇത് ചെയ്തത് റഷ്യയാണോ എന്ന് സംശയിക്കാനൊരു കാരണമുണ്ട്. നമ്മൾ സാറിന് പറയില്ലേ, കളിച്ച് പിന്നെ മുറത്തിൽ കയറി കൊത്തരുത് എന്നൊക്കെ പറയുന്നത് പോലെ 2022 റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയ സമയത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ആക്രമിക്കാൻ വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്തു. അന്ന് അദ്ദേഹം ഇൻ്റർനാഷണൽ മീഡിയയോട് പറഞ്ഞത് എന്താണെന്നറിയോ? റഷ്യയിൽ ഒരു ബ്രൂട്ടസ് ഉണ്ട്, റഷ്യൻ സൈന്യത്തിൽ കേണൽ സ്റ്റെഫാൻബർഗിനെ പോലെ, എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലറിനെ വധിക്കാൻ ശ്രമിച്ചയാൾ, അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ മനുഷ്യനെ, അതായത് പുടിനെ ഇല്ലാതാക്കുകയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏക മാർഗം. എന്ന് പറഞ്ഞാൽ വ്ളാഡിമിർ പുടിനെ കൊന്നുകളയണം. അതിന് പണ്ട് ഹിറ്റ്ലറിനെ ആരോ വധിക്കാൻ ശ്രമിച്ചതുപോലെയുള്ള ഒരാൾ രംഗത്ത് വന്ന് വധിക്കാൻ കഴിയുമോ എന്ന് പരസ്യമായി ആഹ്വാനം ചെയ്ത ആളാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ലിൻസെ ഗ്രഹാം. പിന്നെ റഷ്യക്കാർ യുദ്ധത്തിൽ മരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്താണെന്നറിയുമോ? റഷ്യക്കാർ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു, നമ്മൾ ചിലവഴിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച പണമാണ് ഈ പണം. ഏത് പണം? ഉക്രൈന് കൊടുത്ത് റഷ്യക്കാരെ കൊന്നുകൊണ്ടിരിക്കുന്ന ആ പണം നമ്മൾ ഏറ്റവും ഉചിതമായി ചിലവഴിക്കാൻ കൊടുത്ത പണമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഇറാനിലെ എല്ലാ ഓയിൽ റിഫൈനറീസും തകർക്കണമെന്നും ഭൂപടത്തിൽ നിന്ന് എല്ലാത്തിനെയും എടുത്ത് കളയണമെന്നും ഒക്കെ ആഹ്വാനം ചെയ്ത ഈ മഹാനുഭാവനെ 2020 കാസിം സുലൈമാനിയെ വധിച്ച ശേഷം ഇറാൻ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്ന ആളാണ് ഈ ലിൻസെ ഗ്രഹാം. അതായത് എങ്ങനെയും തീർക്കണം എന്ന് ഇറാൻ ആഗ്രഹിച്ചിരുന്ന ആളാണ്. കാരണം കാസിം സുലൈമാനിയുടെ വധത്തിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ട് എന്നാണ് ഇറാൻ പറഞ്ഞിരുന്നത്. ഈ അടുത്ത സമയത്ത് നടത്തിയ എല്ലാ പ്രതിഷേധ പ്രകടനങ്ങളിലും, ഇറാനെതിരെയുള്ള പ്രകടനങ്ങളിൽ ഡൊണാൾഡ് ട്രംപ്, പിന്നെ നെതന്യാഹു, അത് കഴിഞ്ഞാൽ ഇസ്രയേലിലെ പ്രതിരോധ മന്ത്രി, പിന്നെ അതുപോലെ തന്നെ റൂബിയോ എന്ന് പറയുന്ന അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി കഴിഞ്ഞാൽ 5ാമതായി ആൾക്കൂട്ടം ഈ ചിത്രം കാണിച്ചുകൊണ്ട് അലറി വിളിച്ചിരുന്നത് ലിൻസെ ഗ്രഹാമിൻ്റെ പടം വച്ചായിരുന്നു. ഇത്രയും പ്രാധാന്യമുള്ള ആളാണ് വളരെ നിശബ്ദമായി പടമായി മാറിയത്. അതും ഉക്രൈനിൽ പോയിട്ട് വന്നപ്പോൾ. അത് സ്വാഭാവികമായ ഹൃദ്രോഗമാണെന്നും, എന്നാൽ അതല്ല, ഉക്രൈനിൽ വെച്ച് സ്ലോ പോയിസൺ കെമിക്കലുകൾ കൊടുത്തതാണെന്നുമുള്ള വാർത്തകളെല്ലാം ഉണ്ട്. രണ്ടായാലും ഇറാനെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കുന്നത് കാണാതെ, വ്ളാഡിമിർ പുടിൻ കൊല്ലപ്പെടുന്നത് കാണാനാകാതെ, റഷ്യക്കാർ മുഴുവൻ ചത്തുവീഴുന്നത് കാണാനാകാതെ, ഫലസ്തീനിലെ ജനങ്ങൾ മുഴുവൻ ഇല്ലാതായി അത് തുടച്ചു നീക്കുന്നത് കാണാനാവാതെ, ഇറാനിലെ എല്ലാ എണ്ണ ശുദ്ധീകരണശാലകളും മുഴുവനായി നശിപ്പിക്കുന്നത് കാണാനാകാതെ പോയി.